കോഴിക്കോട് ഡിസിസി പ്രസിഡന്റ് ടി സിദ്ദിഖിന് എതിരെ പരാതി. മുൻ ഭാര്യയ്ക്ക് സിദ്ദിഖ് ജീവനാംശം നൽകിയത് നോട്ട് നിരോധന കാലത്താണെന്നാണ് പരാതി. നോട്ട് നിരോധന കാലത്ത് 50 ലക്ഷം രൂപ ജീവനാംശമായി സിദ്ദിഖ് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, നോട്ട് നിരോധന കാലത്തെ ഇത്രയധികം തുക ലഭ്യമായതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും സോഴ്സ് വ്യക്തമാക്കുന്നത് അടക്കമുള്ള ഇതിലാണോ ഇപ്പോൾ സംശയം ഉയർന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് സിദ്ദിഖിനെതിരായ പരാതി? എന്താണ് കേസ്? എങ്ങനെയാണ്? സ്വാമി, കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവുമായ ടി സിദ്ദിഖിനെതിരായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു പരാതി ലഭിക്കുന്നത്. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ നസീമയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിനുള്ള കോടതി നടപടിക്രമങ്ങൾ ഇപ്രകാരമായിരുന്നു. 5 ലക്ഷം രൂപ സിദ്ദീഖ് ഭാര്യയ്ക്കും മക്കളുടെയും പേരിൽ നിക്ഷേപിക്കണമെന്നതായിരുന്നു കോടതിയിൽ ഇരുവരും തമ്മിലുണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ. എന്നാൽ ആ 50 ലക്ഷം രൂപ കൊടുത്തു തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ആദ്യ മുന്നോടിയായുള്ള 10 ലക്ഷം രൂപ സിദ്ദീഖ് നൽകി. അത് സിദ്ദീഖ് നൽകുന്നത് 2016 നവംബർ 8 മുതൽ 2017 മാർച്ച് 31 വരെയുള്ള വിവിധ കാലയളവുകളിലായിട്ടാണ് കൊടുത്തത്. അതിൽ 10 ലക്ഷം രൂപ നൽകിയത് ബാങ്ക് മുഖാന്തരമാണ്. ബാങ്ക് മുഖാന്തരം നൽകിയത് 2 ഡ്രാഫ്റ്റുകളായിട്ടാണ് മക്കളുടെ പേരിൽ നൽകിയത്. അതിൽ 30 ലക്ഷം രൂപയുടെ ക്യാഷായി ആദ്യ ഭാര്യയുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവയാണ് മക്കളുടെ പേരിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കാലയളവിലാണ് നോട്ട് നിരോധനം ഉണ്ടായത്. അന്ന് പ്രതി ദിവസം ഒരു വ്യക്തിക്ക് പിൻവലിക്കാൻ കഴിയുന്നത് 24,000 രൂപ മാത്രമായിരുന്നു കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരുന്ന പരിധി. വൻകിട ആളുകൾക്ക് പോലും ഇത്തരത്തിൽ പണത്തിന്റെ ദൗർലഭ്യം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ ബാങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അടച്ചുകൊണ്ട് ഇത്രയധികം തുക സിദ്ദീഖിന് നൽകാൻ ഏത് തരത്തിലാണ് കഴിഞ്ഞത്? അതുകൊണ്ട് ഇത് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസാണ് എന്ന പരാതിയാണ് ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസ് നേതാവ് എച്ച് ഹാഫിസ് ആണ് പരാതിയുമായി സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിച്ചത്. ഇന്നലെ ഇത് ഏതാണ്ട് 3.5 മണിക്കൂറിലേറെ എച്ച് ഹാഫിസിൽ നിന്നും സംസ്ഥാന പോലീസ് മേധാവി നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം, ഇന്ന് രാവിലെയോടുകൂടി RBI അധികൃതരുമായി പോലീസ് ബന്ധപ്പെട്ടിരുന്നു. പോലീസ് ഈ കാര്യത്തിൽ അന്വേഷിക്കുന്നതിനേക്കാൾ കുറെ കൂടെ ഉചിതം എൻഫോഴ്സ്മെന്റ്, സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം, സെൻട്രൽ ഏജൻസി അന്വേഷിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊരു വളരെ ഗൗരവമേറിയ ഒരു കേസായിട്ടാണ് വിലയിരുത്തുന്നത്. കാരണം പ്രാഥമികമായി നിരവധി രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിട്ടുണ്ട്. ഈ പണം ഉപയോഗിച്ചുകൊണ്ട് സിദ്ദീഖിന്റെ ആദ്യ ഭാര്യ നിരവധി ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകളാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇടപാടുകൾ നടക്കുന്നതിന്റെ സോഴ്സ് പ്രധാനമായും ഈ പണമാണ്. പണം വന്നിരിക്കുന്ന ആൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ 50 ലക്ഷം രൂപയുടെ വിവിധ തുകകൾ, വൻ തുകയാണ് ലഭിച്ചിരിക്കുന്നത്. കോടതി വിധിപ്രകാരം ഉള്ള സെറ്റിൽമെന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചയിൽ ഉണ്ടായ സെറ്റിൽമെന്റ് ആണെങ്കിൽ പോലും ഇത്രയധികം തുക നോട്ട് നിരോധനത്തിന്റെ കാലത്ത് എങ്ങനെ സിദ്ദീഖിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനമായും അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. എന്തായാലും ഈ കേസ് എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കണം എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം ഒരുപക്ഷെ ഈ കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. സ്വാമി, കോഴിക്കോട് ഡിസിസി പ്രസിഡന്റ് ടി സിദ്ദിഖിനെതിരെ പണമിടപാടിൽ പരാതി. ആദ്യ ഭാര്യയ്ക്ക് ജീവനാംശമായി 50 ലക്ഷം രൂപ നൽകിയത് നോട്ട് നിരോധന കാലത്താണെന്നാണ് പരാതി. സ്വാഭാവികമായും ഈ പണത്തിന്റെ സോഴ്സ് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉയരുന്നു. DGPക്ക് ലഭിച്ച പരാതിയിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടത്തും. ജീവനാണ് വിവരങ്ങൾ നൽകിയത്.